ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലുള്ള ഒരു തരം ഓറഞ്ചാണ്. ഇത് ഇസ്രയേൽ ഓറഞ്ച് എന്ന് പറയും, കുംകാറ്റ് എന്നും പറയും. ഇത് വളരെ ബുഷി ടൈപ്പായിട്ട് വരുന്നതാണ്. നിറയെ കണ്ടില്ലേ, നിറയെ കായ്ച്ച് നിറയെ കൊലകുത്തി കായ്ക്കും. ഇത് നന്നായിട്ട് കണ്ടില്ലേ, ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ഇത് എന്താ പറയുക, നമ്മുടെ സലാഡ്സിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഇതാണ്ടില്ലേ, നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇതിലും കൂടുതലായിരുന്നു. കുറേ കാറ്റും മഴയും വന്നപ്പോൾ കുറേയൊക്കെ പോയതാണ്. ഇത് നമുക്ക് എഡിബിളാണ്. എഡിബിൾ മീൻസ് അങ്ങനെ ഇങ്ങനെ കഴിക്കാം. കണ്ടില്ലേ, തൊലിയോട് കൂടിയിട്ട് കഴിക്കാം. സലാഡ്സിൽ ഇങ്ങനെ നേരിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ തൊലി കളഞ്ഞിട്ടും കഴിക്കാം കേട്ടോ. ഇതങ്ങനെയും കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. അല്ല, തൊലിയോട് കൂടിയിട്ടും ഇതെങ്ങനെയും കഴിക്കാം. ഒരു പുളിയും മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ആക്ച്വലി ഇത് സലാഡ്സിലാണ് എല്ലാവരുടെയും പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്നത്. കുംകാറ്റ് ഇസ്രയേൽ ഓറഞ്ച് പറഞ്ഞിട്ട്. പിന്നെ സ്ഥലമുള്ളവർക്ക് ഒരു ഡ്രമ്മിലോ ബക്കറ്റിലോ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ബുഷായിട്ട് നിൽക്കും. നല്ല ഓർണമെൻ്റൽ ചെടിയും കൂടിയിട്ടാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ കായ്ക്കും. ഇത് കുറേശ്ശെ വളങ്ങൾ ജൈവമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പരിചരണം വലുതായിട്ടൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് പുഴു വരും. ഈ നമ്മുടെ ബട്ടർഫ്ലൈ ഇല്ലേ, അത് ഇതിനകത്ത് എസ്പെഷ്യലി ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് നാരകം ഇങ്ങനത്തെ ഓറഞ്ച് വെറൈറ്റീസിലാണ് മാക്സിമം വന്നിട്ട് മുട്ടയിടുക. എന്നിട്ട് അതിനകത്ത് ആ മുട്ട വിരിഞ്ഞ് പ്യൂപ്പ മുഴുവൻ ഇതിൻ്റെ തുളിരിലകൾ മുഴുവൻ തിന്നും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് വേപ്പെണ്ണ ഇതാണ്ടില്ലേ, ഇതൊക്കെ അതാണ്. ഇടയ്ക്ക് ഞാൻ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു തരത്തിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഇതിപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 2.5 ഇയേഴ്സേ ആയിട്ടുള്ളൂ. കണ്ടില്ല, അങ്ങനെ ബുഷായിട്ട് നിൽക്കുള്ളൂ. ഞാൻ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വളങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ജൈവമായിട്ടാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് എല്ലാ ചെടികൾക്കും. അതേമാതിരി ഇതിനും കൊടുക്കുന്നുണ്ട്. ഇന്നൊക്കെ അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.